നോക്കണം. അപ്പൊ അയാളെ അങ്ങനെ പോയതും ഇങ്ങനെ പോയതും അപ്പൊ ഇയാളുടെ പിന്നെ ഭാവി കാര്യങ്ങളൊക്കെ അതാ ഇത് മിഴിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കുക, ഇതൊക്കെ സത്യാന്നും വിചാരിച്ചിട്ട് ഇന്നാലും അയാൾ അത് പറഞ്ഞല്ലോ, എങ്ങനെ ഇതൊക്കെ സാധിക്കണത് അല്ലേ? നമുക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും നമ്മളെ കൂട്ടുകാരൻ വന്നപ്പോ വെറുതെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക, അവൻ പൈസയും കൊടുത്ത് എന്നാലും പറഞ്ഞു വന്ന് നോക്കുമ്പോ ചിലതൊക്കെ അത് ആരെപ്പറ്റിയും പറഞ്ഞാൽ ശരിയാണ്. കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒരാളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഒരു വിദേശ യാത്രയെ കുറിച്ചുള്ള ചിന്ത വന്നും പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അധിക ചെറുപ്പക്കാർക്ക് ഇപ്പൊ വിദേശയാത്ര ചിന്ത വന്നും പോയി നിൽക്കുന്നുണ്ടാവും. അന്നരേഖ ആയുസ് തെളിഞ്ഞാണ് കിടക്കണേ. അന്നരേഖ ഭക്ഷണത്തിന്റെ രേഖ അതിപ്പോ ഇല്ലാത്ത മനുഷ്യണ്ടാവും. ആയുസ് രേഖ തെളിഞ്ഞാ കിടക്കണേ. കുടുംബത്തിലും നാട്ടിലൊക്കെ പലജാതി ശത്രുക്കളുണ്ട്, പക്ഷെ അവർക്കൊന്നും വിജയിപ്പിക്കാൻ കഴിയുന്നില്ല, അവരെ ശത്രുത്വം ഫലപ്പെടുന്നില്ല. അപ്പൊ ഒന്ന് പൊന്തി എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട വിജയശ്രീലാളിതരായ ബഹുമാനപ്പെട്ട ഞാൻ 10,000-10,000 കൊടുക്കേണ്ടോടത്തൊരു വാക്കുകൊണ്ട് വിലമതിക്കുന്ന രേഖ പറയണത്. അപ്പൊ ആള് പൊന്തി 10,000-10,000 കൊടുക്കാൻ വരെ ഒരു വാക്ക് മതി എന്നാണ്. അതാണ് രേഖയിൽ തെളിഞ്ഞു കാണുന്നതെന്ന് പറയുന്നത്. ഈ ജാതി ബല പൊക്കണ 4 വർത്താനം പറഞ്ഞ് ഇവൻ പറഞ്ഞ 100 എണ്ണം നുണയായിരിക്കും, അതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കൂല. പിന്നെ